അതിന് സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണല്ലേ. പകൽ സമയത്ത് മാത്രമല്ല രാത്രികാലങ്ങളിൽ പോലും വലിയ ചൂടാണ്, രീതിയിലുള്ള ചൂടാണ്. അതെ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിനുള്ള കാരണവും കൂടി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പ്രതിദിന താപനില 35 ഡിഗ്രി സെൽഷ്യസ് മുകളിലാണ്. ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടും കൊല്ലം പുനലൂരുമാണ്. കേരളത്തിലെ പ്രതിഭാസം ആഗോള താപനത്തിന്റെ ഭാഗമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മധ്യവേനൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കേരളം വെന്തുരുകയാണ്. എല്ലാ ജില്ലകളിലും പ്രതിദിന താപമാനം 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കടക്കുമെന്നാണ് വിലയിരുത്തൽ. ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് പാലക്കാടും പുനലൂരുമാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം 37 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. പുനലൂരിൽ 36.5 ഡിഗ്രി സെൽഷ്യസും റിപ്പോർട്ട് ചെയ്തു. വരും ദിവസങ്ങളിലും ചൂട് കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. ആഗോളതാപനത്തിന്റെ ഭാഗം കൂടിയാണ് കേരളത്തിലെ പ്രതിഭാസമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരളത്തിലെ താപനിലയുടെ ഒരു അവലോകനം നടത്തി, ഒരു അനാലിസിസ് നടത്തി നോക്കിയപ്പോൾ കേരളത്തിലെ ഈ മാക്സിമം ടെമ്പറേച്ചർ, അതായത് പകൽ താപനില കൂടുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു മിനിമം ടെമ്പറേച്ചറിലും ആ ഒരു പ്രവണത നമ്മുടെ മധ്യ ജില്ലകളിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ ടെമ്പറേച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചറിലാണെങ്കിലും കൂടുന്ന ഒരു പ്രവണതയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകത അല്ലെങ്കിൽ പോലും കേരളത്തിൽ അതിൻ്റെ ഫലം നല്ലപോലെ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലനം നല്ലപോലെ ഉണ്ടെന്ന് തന്നെ വേണം പറയാനായി. താപനില വർദ്ധിച്ചതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചു. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചൂട് കുറയ്ക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, വരൾച്ചയെ പ്രതിരോധിക്കുവാനുള്ള ജല ഉപയോഗ നയം രൂപീകരിക്കുക, പൊതുസ്ഥലങ്ങളിലും വീടുകളിലും മരങ്ങൾ നടുന്നത് പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.